بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖം സന്തോഷമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എവരെയും അപ്രകാരം ആക്കി തരട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 197 ഫജ്ർ സൂറത്തിലെ 19-ാമത്തെ ആയത്ത് മുതൽക്കാണ് എടുക്കുന്നത്. ഫജ്ർ സൂറത്തിലാകെ 30 ആയത്താണ്. 18 ആയത്ത് കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് കഴിഞ്ഞു. ഇന്ന് 19-ാമത്തെ ആയത്താണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഒറ്റവാക്ക് അർത്ഥങ്ങളും ആശയങ്ങളും പറയാം. 19-ാമത്തെ ആയത്ത് വതഅ്കുലൂന തുറാസ അക്ലൻ ലമ്മ 20 വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. 19ഉം 20ഉം. വതഅ്കുലൂന തുറാസ വതഅ്കുലൂന നിങ്ങൾ ഭക്ഷിക്കുന്നു, അത്തുറാസ അനന്തരമായി കിട്ടിയ സ്വത്ത്, അക്ലൻ ലമ്മൻ വാരിക്കോരി നിങ്ങൾ ഭക്ഷിക്കുന്നു. അത് എവിടുന്ന് എങ്ങനെയാണ് എന്ത് ജാതി സ്വത്താണ് എന്നുള്ളതൊന്നും നിങ്ങൾ നോക്കുന്നില്ല. അനന്തരമായി ലഭ്യമായ സ്വത്ത്, അനന്തരാവകാശമായി ലഭ്യമായ സ്വത്ത് നിങ്ങൾ ഭക്ഷിക്കുന്നു. വാരിക്കോരി ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് പ്രത്യേക ചിന്തയോ നോട്ടമോ ഒന്നും ഇല്ലാതെ കണ്ട് തൈക്കുലൂനൽ മീറാസ അക്ലൻ ശദീദൻ ലാ തസ്അലൂന അമിനൽ ഹലാലി അമിനൽ ഹറാമി. ഇത് ഹലാലായ മുതലാണോ ഹറാമായ മുതലാണോ എന്നുള്ളൊരു നോട്ടമോ ചിന്തയോ അന്വേഷണമോ ഒന്നുമില്ലാതെ കണ്ട് നിങ്ങളത് വാരിക്കോരി ഭക്ഷിക്കുന്നു എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്. തൈക്കുലൂന തുറാസ അക്ലെന്നാണ്. അപ്പോൾ തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. ഇതിന് മുമ്പ് പറഞ്ഞത് യതീമുകളെ നിങ്ങൾ സഹായിക്കുന്നില്ല, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് നിങ്ങൾ പ്രചോദനമാവുന്നില്ല എന്നൊക്കെയാണ് ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തൈക്കുലൂന തുറാസ അക്ലല്ലമ്മ, അനന്തരമായി കിട്ടിയ സ്വത്തിനെ നിങ്ങൾ വാരിക്കോരി തിന്നുന്നു, ഭക്ഷിക്കുന്നു. അതിൻ്റെ ഉറവിടം ഏതാണ്? എന്താണത്? അമിനൽ ഹലാലി അമിനൽ ഹറാം. ഹറാമായ മുതലോ ഹലാലായ മുതലോ എന്നൊന്നും ചിന്തിക്കാതെ നിങ്ങൾ വാരിക്കോരി ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നു. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. വതുഹിബ്ബൂന നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, അൽമാല സമ്പത്തിനെ, ഹുബ്ബൻ ജമ്മ ശക്തിയായ സ്നേഹമാണ് നിങ്ങൾക്ക് മുതലിനോടുള്ളത്, വളരെ ശക്തിയായ സ്നേഹം. അങ്ങനെയുള്ള ഒരു നിലപാടിലാണ് നിങ്ങൾക്ക് വളരെ അത്യാഗ്രഹമുണ്ട് പണത്തിനോട്. അങ്ങനെയാണ് നിങ്ങൾ നിലകൊള്ളുന്നത്. തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. പിന്നെ 21-ാമത്തെ ആയത്ത് കല്ലായിദാ ദുഃഖത്തിൽ അർദു ദക്കൻ ദക്ക. കല്ലായിദാ ദുഃഖത്തിൽ അർദു, ഭൂമിയെ പൊടിയാക്കപ്പെട്ടാൽ, ദുഃഖത്തിൽ അർദു ദക്കൻ ദക്ക, ഭൂമിയെ പൊടിയായി ആക്കപ്പെട്ടാൽ, ദുഃഖത്തിൽ അർദു ദക്കൻ ദക്ക. ഭൂമി കിടകിട വിറപ്പിക്കപ്പെടുക, അതാണ് പൊടിയാക്കപ്പെടുക എന്ന് പറയുന്നത്. വൽമലക്ക് സഫൻ സഫ വജാഅ റബ്ബുക വൽമലക്കു സഫൻ സഫ. വജാഅ റബ്ബുക, നിന്റെ രക്ഷിതാവ് വരികയും ചെയ്താൽ മലക്കുകളും സഫൻ സഫ അണിയണിയായിട്ട്. ജാഅ റബ്ബുക യാ മുഹമ്മദ്, നിന്റെ രക്ഷിതാവ് വരികയാണ്.
എന്തിനു ഫസ്ലുൽ ഖദായി, സൃഷ്ടികളുടെ ഇടക്ക് അള്ളാഹുവിൻ്റെ ഇബാദ് അടിമകളുടെ ഇടക്കുള്ള കാര്യങ്ങൾ തീരുമാനം ഉണ്ടാക്കപ്പെടാൻ വേണ്ടി അള്ളാഹു ഹാജരാവുക ഖിയാമത്ത് നാളിന്. അപ്പോൾ മലക്കുകളാണെങ്കിൽ ആ രംഗത്ത് അണിയണിയായി സഫായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. റബ്ബുക വൽ മലക്കു സഫൻ സഫ, അണിയണിയായിട്ട് അള്ളാഹു വരുന്ന ജാഅത്തുൽ മലായികത്തു സുഫൂഫൻ മുത്തതാബിയ, സഫൻ ബഅദ സഫിൻ, ഒരു സഫിന് പിന്നിൽ വേറൊരു സഫായിട്ട് ഇങ്ങനെ അണിയണിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മലക്കുകൾ. മുൻദിർ ബിൻ സഈദ് ഒമാനാവു ളുഹൂറു, അള്ളാഹുവിൻ്റെ അള്ളാഹു അവിടെ പ്രത്യക്ഷപ്പെടുക, സൃഷ്ടികൾക്ക് വേണ്ടി അള്ളാഹു അവിടെ പ്രത്യക്ഷപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഇത്തരം ആയത്തുകളോ ഈ ആയത്തും മറ്റുള്ള ഏതേ രീതിയിലുള്ള ആയത്തുകളും നമ്മൾ വിശ്വസിക്കേണ്ട എങ്ങനെയാണ് ഇത് വിശ്വസിക്കുക? അള്ളാഹു വരിക എന്ന് പറഞ്ഞത് ഒരു രാജാവ് പിന്നെ സിംഹാസനത്തിനടുത്ത് വരിക എന്നുള്ളതാവുമല്ലോ നമ്മൾ ചിന്തിക്കുക. അങ്ങനെയുള്ള ഒരു ചിന്താഗതി നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു മനുഷ്യൻ വരുന്നത് പോലെ വരിക എന്നല്ല അതിൻ്റെ ഉദ്ദേശം. അള്ളാഹു വരും, മലക്കു സഫൻ സഫ, അള്ളാഹു വരും, മലക്കുകളും വരും സഫൻ സഫ അണിയണിയായിട്ട്. അള്ളാഹു ഇങ്ങനെ വരിക നിന്നിട്ട് വരിക എന്ന് അതിനർത്ഥമില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അള്ളാഹു വരുന്നു, എങ്ങനെ വരിക അത് നമുക്ക് പറയാൻ പറ്റില്ല. മലായികത്തും അള്ളാഹു തആല ഫസ്ലുൽ ഖദാഇന് വേണ്ടി വരും. റബ്ബ് തബാറക വ തആല മിൻ ഗൈരി ആദിയിലായ ഈമാൻ ബിഹി, അതുകൊണ്ട് വിശ്വസിക്കണം. മിൻ ഗൈരി തക്യീഫ് വലാ തംസീൽ, ഒരു തക്യീഫില്ലാതെ അള്ളാഹു ഇന്ന നിലക്ക് വന്നു അല്ലെങ്കിൽ വരുന്നു എന്ന് നമുക്ക് പറയാൻ പാടില്ല. അർശൽ ഉപവിഷ്ടനായി എന്ന് നമ്മൾ പറയുന്നതും മിൻ ഗൈരി തക്യീഫി വലാ തംസീൽ. അങ്ങനെ ഒരു അള്ളാഹു ഒരു അങ്ങനെ ഒരു സിംഹാസനത്തിലേക്ക് ആവശ്യമായി എന്നുള്ള നിലയിൽ നമുക്ക് സംസാരിക്കാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാനും പാടില്ല. അപ്പൊ അതൊന്നും ഇല്ലാതെ കണ്ടുള്ള വരവാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഫസ്ലുൽ ഖദാഇന് വേണ്ടി സൃഷ്ടികളുടെ അടുത്ത് വരും. അത് മിൻ ഗൈരി തക്യീഫി വലാ തംസീൽ, അത് ഇന്ന നിലയിലാണ് വരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, പറയാനും പാടില്ല. അള്ളാഹു വരും എന്ന് പറഞ്ഞത് വരും എന്നുള്ളത് വിശ്വാസമാണ് നമ്മൾക്ക് വേണ്ടത്. എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അള്ളാഹു വരും, അള്ളാഹു വന്നിട്ട് അള്ളാഹു തീരുമാനമെടുക്കും. ഇത്ര മാത്രമാണ് നമ്മൾ ഇതിൽ വിശ്വസിക്കേണ്ടത്. ഖാമൽ ഖലായിക്കും എന്ന് ഖുബൂരിഹിം റബ്ബിഹിം, സൃഷ്ടികളെല്ലാം അവരുടെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകും. അവിടെ റബ്ബുക, നിന്റെ രക്ഷിതാവ് വരുന്നു, ഫസ്ലുൽ ഖദാഇ ബൈന ഖൽഖിഹി, സൃഷ്ടികളുടെ ഇടയ്ക്കുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി അള്ളാഹു വരുന്നു. വൽ മലായികത്തു, മലക്കുകളും വരുന്നു, യജീഊന ബൈന യദൈഹി, റബ്ബിന്റെ മുന്നിലേക്ക് വരിക മലക്കുകൾ. അതെങ്ങനെ സഫൻ സഫായിട്ട് ഇങ്ങനെ വരികയാണ്, അണിയണിയായിട്ട് അങ്ങനെ വരികയാണ്. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ, വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. വജീഅ യൗമഇദിൻ ബിജഹന്നമ, അന്നേ അതേ ദിവസം അല്ലെങ്കിൽ അതേ സന്ദർഭം ജീഅ കൊണ്ടുവരപ്പെടുകയാണ്. ബിജഹന്നമ, ജഹന്നമിനെ കൊണ്ടുവരപ്പെടുകയാണ്. ജഹന്നമിന് കൊണ്ടുവരപ്പെടും. എത്രയോ മലക്കുകൾ വലിച്ചിട്ടാണ് അത് അവിടെ കൊണ്ടുവരപ്പെടുന്നത്. എവിടെയാണ് കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നൊന്നും നമുക്ക് അതിനെ സംബന്ധിച്ച് പറയാൻ സാധ്യമല്ല. ജഹന്നമിനെ കൊണ്ടുവരും എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിക്കും.
അഹലറത്ത് ജഹന്നം ബി അറാഹൽ മുജ്രിമൂന, മുജ്രിമീങ്ങൾ കുറ്റവാളികൾക്ക് കാണാവുന്ന വിധത്തിൽ ജഹന്നമിനെ ഹാജരാക്കപ്പെടും എന്നർത്ഥം. ബുദ്ധിജത്തിൽ ജഹീമു ലിമയ്യറ, കാണുന്നവർക്ക് വേണ്ടി ജഹീമിനെ വെളിവാക്കപ്പെടും എന്ന് വേറെ ആയത്തിലുണ്ട്. യുവത്താബി ജഹന്നമ യൗമഇദിൻദഹ സബഊന അൽഫ് സുമാം മാ കുല്ലി സുമാമിൻ സബഊന അൽഫ് മലക്ക് യജുറൂന, കണ്ടമാനം മലക്കുകൾ, 70,000 മലക്കുകൾ ഓരോ സുമാമും കടിഞ്ഞാണും പിടിച്ചു വലിച്ചുകൊണ്ടാണ്. അങ്ങനത്തെ 70,000 സുമാമുണ്ട് ജഹന്നമിന്. ഓരോന്നിനെയും 70,000 മലക്കുകളെ പിടിച്ചു വലിച്ചുകൊണ്ടാണ് ജഹന്നമിനെ കൊണ്ടുവരപ്പെടുന്നത് എന്നൊരു ഹദീസിലുണ്ട്. ഹദീസ് യൂത്താബി ജഹന്നമ യൗമഇദിൻ ലഹാ 70,000 സുമാം മാ കുല്ലി സുമാമിൻ 70,000 മലക്ക് യജുറൂനഹാ യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ, അതേ ദിവസം യൗമഇദിൻ, ആ സന്ദർഭത്തിൽ യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ഓർത്തുപോകും. യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ഓർത്തുപോകും, ഓർമ്മ വരും. വന്നാ ലഹു ദിക്റ, എവിടെ നിന്നാണ് അവന് ഓർമ്മ വരുന്നത് എന്ന് അല്ലാഹു തആല ചോദിക്കുക. വന്നാ ലഹു ദിക്റ, എവിടെ നിന്നാണ് അവന് ഓർമ്മ വരുന്നത്? മനുഷ്യന് ഓർമ്മ വരും ഈ സന്ദർഭത്തിൽ. ഓർമ്മ വരിക ഈ ഭയവിഹലമായ ഈ ദിവസത്തിലും ആ സന്ദർഭത്തിലും മനുഷ്യൻ ഓർത്തുപോകും. അവന് ഖേദം തോന്നും. അവൻ എന്താണ് അവൻ ചെയ്തു വെച്ചത്, അവന്റെ ഭാവി ജീവിതത്തിന് വേണ്ടി എന്താണ് ചെയ്തു വെച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ ചിന്തിക്കും. യൗമഇദിൻ യഖൂലു യാ ലൈതനി യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റ, അന്നേ ദിവസം യതദക്കറുൽ ഇൻസാനു, മനുഷ്യൻ ഓർത്തുപോകും. വഅന്നാ ലഹു ദിക്റ, എവിടെ നിന്നാണ് അവൻ ഓർമ്മ വരുന്നത്? യഖൂലു, അവൻ പറയും, യാ ലൈതനി, ഞാൻ എങ്കിൽ നന്നായിരുന്നു, ഖദ്ദംതു ലഹയാതി, എൻ്റെ ജീവിതത്തിന് വേണ്ടി, പരലോക ജീവിതത്തിന് വേണ്ടി ഞാൻ ചിലതെല്ലാം ചെയ്തു വെച്ചിരുന്നു എങ്കിൽ നന്നായിരുന്നു എന്നവൻ ഓർത്തു പോകും. ഫയൗബഇദിൻ, ആ സന്ദർഭത്തിൽ, ലാ യുഅദ്ദിബു, അന്നേ ദിവസം, ലാ യുഅദ്ദിബു അദാബഹു, അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ ശിക്ഷിക്കുകയില്ല. അഹദുൻ, ആർക്കും ശിക്ഷിക്കാൻ കഴിയില്ല. ഫയൗമഇദിൻ, അന്നേ ദിവസം, ലാ യുഅദ്ദിബു, ശിക്ഷിക്കുകയില്ല, അദാബഹു, അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ, അഹദുൻ, ആരും ശിക്ഷിക്കില്ല. ഒരാൾ, അള്ളാഹുവിന്റെ ശിക്ഷയും ഭയങ്കര അതികഠിനമായ ശിക്ഷയാണ്. കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം, മുജ്രിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്, അവൻ മുജ്രിം അവിടെ ഖേദിക്കുകയാണ്. യാ ലൈതനി ഖദ്ദംതു ലഹയാതി, എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും അമല് ചെയ്തിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്നവൻ വിലപിച്ചു പോവുക. അങ്ങനെയുള്ള സന്ദർഭം, യാ ലൈതനി ഖദ്ദംതു അമലൻ സാലിഹൻ യൻഫഉനി, എനിക്ക് ഫലപ്രദമാകുന്ന ഒരു അമല് ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവിടെ വെച്ച് ഖേദിക്കും, വിലപിക്കും അവൻ, എനിക്ക് ആഖിറത്തിൽ ജീവിക്കാൻ വേണ്ടി. അപ്പോൾ അവന് ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ്, അന്നേ ദിവസം അവനെ ശിക്ഷിക്കുകയില്ല. അഹദുൻ, ആരും, അദാബഹു, അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ ഉള്ള ശിക്ഷ അവന് ആരും ശിക്ഷിക്കുകയില്ല. അത്തരം അതികഠിനമായ ശിക്ഷയായിരിക്കും. ലൈസ അഹദുൻ അശദ്ദു അദാബൻ മിൻ തഅദീബില്ലാഹി മൻ അസാ, അള്ളാഹുവിന് ധിക്കാരപരമായി പ്രവർത്തിച്ച ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷ പോലെ ഒരാളും ശിക്ഷിക്കുന്നില്ല, ഒരാൾക്കും ശിക്ഷിക്കാൻ കഴിയില്ല അന്നേ ദിവസം. വലായൂസിഖു വസാഖഹു അഹദ് വലായൂസിഖു, അവനെ പിടിച്ചു കെട്ടുകയില്ല, ബന്ധിക്കുകയില്ല. വസാഖഹു, അള്ളാഹു ബന്ധിപ്പിക്കുന്നത് പോലെ, അഹദുൻ, ആരും തന്നെ.
ആർക്കും അള്ളാഹു അവനെ പിടിച്ചു ബന്ധിപ്പിക്കുന്ന കെട്ടിയിടുന്നത് പോലെ ഒരാൾക്കും കെട്ടിയിടാനും സാധ്യമല്ല. അതിന്റെ തഫ്സീറിൽ പറയാൻ കയ്യിദു അഹദം ബിസ്സലാഹദം ബിസ്സലാസ്രി വല്ലാഹു മിസ്ല തഖീദില്ലാഹിൽ കാഫിറുൽ ഫാജിർ. കാഫിറും ഫാജിറുമായ അവിശ്വാസിയായ മനുഷ്യനെ അള്ളാഹു പിടിച്ച് ബന്ധിപ്പിക്കുന്നത് പോലെ, ചങ്ങലയിൽ ബന്ധിപ്പിക്കുന്നത് പോലെ ഒരാൾക്കും ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്നർത്ഥം. ആദാഫി ഹഖിൽ മുജ്രിമീന മിനൽ ഖലായിഖ്, സൃഷ്ടികളിൽ നിന്ന് കുറ്റവാളികളായ ആളുകളെ സംബന്ധിച്ചാണ് ഇപ്പൊ ഈ പറഞ്ഞത്. എന്നാൽ ഇനി നല്ലതായ ആളുകൾ, മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ചോ, അത് അല്ലാഹു തആല പറയാണ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മുത്തഖീങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, മുത്മഇന്നത്തായ നഫ്സേ, മുത്മഇന്നത്തായ നഫ്സേ എന്ന് പറഞ്ഞാൽ എന്താ?